പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ LDFO UDFO മുന്നിൽ, M സ്വരാജോ ആര്യാടൻ ഷൗക്കത്തോ വിജയിക്കുക. പ്രചരണ രംഗത്ത് മറുപടികൾ പറഞ്ഞു മടുത്ത UDF നേതാക്കൾ ഇന്നും പ്രതിരോധത്തിൽ തന്നെയാണ്. ക്ഷേമ പെൻഷൻ പോലുള്ള ജീവിതാധാരങ്ങൾ കൈക്കൂലിയാണ് എന്ന് അപമാനിച്ച കോൺഗ്രസിൽ നിന്ന് ആരംഭിച്ച വിവാദങ്ങൾ, ക്യാപ്സ്യൂൾ ക്യാമ്പയിനുകൾ, അൻവറിന്റെ മുന്നിൽ വാതിലടച്ച ശേഷം അർദ്ധരാത്രിയിലെ ഒളിച്ചോട്ടം, പെൻഷൻ കൂട്ടിയത് ഉമ്മൻചാണ്ടിയാണെന്ന ക്യാപ്സ്യൂളുമായി രംഗത്ത് പിന്നീട് വന്നെങ്കിലും കൂട്ടിക്കൂട്ടി എന്ന് പറയുന്നതല്ലാതെ കൊടുത്തു എന്ന് പറയാനാകുന്നുണ്ടോ എന്ന ട്രോളുകൾ കണ്ട് പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥ. അൻവറിന് നേരെ വാതിലടച്ചു എന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രി ഒളിച്ചുപോയി കാല് പിടിച്ചു. പിടിവീണപ്പോൾ പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ വിവാദമായപ്പോൾ അവർക്കിപ്പോൾ മതരാഷ്ട്രീയ നിലപാട് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ്. മുസ്ലിം ലീഗ് തള്ളിയപ്പോൾ ഉരുണ്ട് പെരണ്ട് വീണ്ടും കോൺഗ്രസ്. വഴിക്കടവിലെ അപകട മരണത്തിലും രാഷ്ട്രീയ കളിക്കിറങ്ങിയ ചാമക്കാലയും കൂട്ടരും വീണ്ടും UDFന് തലവേദന. ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി പ്രതിരോധത്തിലായി നിൽക്കുകയാണ് നിലമ്പൂരിൽ UDF. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡ് പരിശോധന നടത്തിയത് ഷോ ആക്കാൻ നോക്കി വൻ വിവാദത്തിൽ സ്വയം പെടുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഞങ്ങൾ വരട്ടെ, ഉദ്യോഗസ്ഥന് സർവീസിനുള്ള പാരിതോഷികം അന്ന് തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ. നിലമ്പൂരിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ ആരാണ് അപ്പോൾ ചർച്ചയാക്കുന്നത്? സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്ന നാൾ മുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഷൗക്കത്തിനും കൂട്ടർക്കും ഒരിഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ ആയോ? നിലമ്പൂർ ട്രെൻഡ് ഇപ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നോക്കിയ ഉദ്യോഗസ്ഥന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർവീസിനുള്ള പാരിതോഷികം നൽകുമെന്ന് പറയുന്ന പാലക്കാട് MLA ഭീഷണിപ്പെടുത്തുമ്പോൾ നിലമ്പൂരുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനുള്ള പാരിതോഷികം സ്വരാജ് നേടുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം M പ്രകാശൻ മാസ്റ്ററിലേക്ക് പോകുന്നു. M പ്രകാശൻ മാസ്റ്റർ, നിലമ്പൂരിൽ ഇപ്പോൾ അവസാന 4 നാളുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വഴിക്കാണോ കാര്യങ്ങളുടെ പോക്ക്? നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നില്ല, പക്ഷേ മറുപടി പറഞ്ഞ് തളർന്നുകൊണ്ടിരിക്കുന്ന UDF ക്യാമ്പിനെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നോ പ്രതീക്ഷിച്ചത്? തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റം മിക്കവാറും എല്ലാ മാധ്യമങ്ങളും കൃത്യമായ നിലക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത്യാവേശത്തോടു കൂടിയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഈ മണ്ഡലം സ്വീകരിച്ചത് എന്നുള്ളത് ആർക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയാത്ത ഒരു വാർത്തയായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ UDFൻ്റെ പ്രകടനം പരിശോധിക്കുമ്പോൾ അവർ വേറെ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിക്കാതെ എങ്ങനെയാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ക്ഷേമ പെൻഷൻ. ആ ക്ഷേമ പെൻഷൻ ആദ്യം കൈക്കൂലിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് പിന്നീട് ക്ഷേമ പെൻഷൻ്റെ എല്ലാം തന്നെ അത് വർദ്ധിപ്പിച്ചതിനെല്ലാം ഉത്തരവാദിത്തം തങ്ങൾക്കാണ് എന്ന നിലക്കുള്ള വ്യാജ പ്രചരണം നടത്തി. എന്നാൽ വളരെ കൃത്യമായ നിലക്ക് തന്നെ 1600 രൂപ ഉള്ള പെൻഷനിൽ ഇതുവരെ പെൻഷൻ ആരംഭിച്ചത് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇന്ന് വരെയുള്ള ഈ വർഷങ്ങളിലാകെ UDFൻ്റെ ഗവൺമെൻറ് ആകെ വർദ്ധിപ്പിച്ചത് 100 രൂപയാണെന്നും അതുതന്നെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യവും ഈ ചർച്ചക്കടിയിൽ വെളിപ്പെട്ടു. അങ്ങനെ വലിയ നിലക്ക് തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ പൊളിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് പുതിയ ചില
മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം വഴിക്കടവിലുണ്ടായിട്ടുള്ള ഒരു അപകട മരണം, അത് എന്തോ കേരളത്തിലെ LDFൻ്റെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എല്ലാം ഉണ്ടാക്കിയ ഒന്നാണ് എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. യാതൊരു ന്യായീകരണമില്ലാതെ ആശുപത്രിയിലേക്കുള്ള വഴി തടയാൻ കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന താല്പര്യം യഥാർത്ഥത്തിൽ അവർ എത്രമാത്രം ജാള്യതയോടെയാണ് പിൻവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് ഈ വഴിക്കടവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇന്ന് നടത്തിക്കൊടുക്കുന്ന പ്രചാരവേല എന്താ? ഇന്ന് നടത്തുന്ന പ്രചാരവേല UDFൻ്റെ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും അവരുടെ വണ്ടികൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട ആയുസ് പോലും ഉണ്ടായില്ല. കാരണം ആ വാർത്തയുടെ വില എത്ര അധിക്ഷേപകരമായിട്ടാണ് അത്തരമൊരു കാര്യത്തോട് ഇവിടെ മാക്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത്. ഇവിടെ തന്നെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു കൊടുക്കാം, അവർക്ക് ഈ പറയുന്ന പോലെ പാരിതോഷികം കൊടുക്കാം എന്നെല്ലാമുള്ള കാര്യം എത്ര ഔദ്ധത്തോടെയാണ് അവർ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അവരെ കാര്യം ഉന്നയിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ കെ രാധാകൃഷ്ണൻ MPയെ പോലീസ് പരിശോധിച്ചതിൻ്റെ വിവരം വന്നു. എന്തിന്? വഴിക്കടവ് ആനമറിയിൽ മന്ത്രിയെ തന്നെ നേരിട്ട് പരിശോധിച്ചതിനായിട്ടുള്ള വിവരങ്ങൾ വന്നു. അപ്പോൾ എന്തോ കോൺഗ്രസിൻ്റെ ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറയുന്ന അവരുടെ വാദമുഖത്തിന് അല്പായുസ് പോലും ഉണ്ടായില്ല. ഉന്നയിച്ചപ്പോൾ തന്നെ അത് ചാവിള്ളയായിരുന്നു എന്നുള്ളതിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം, ഇവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം ഓരോ ദിവസം കഴിയുന്തോറും പിന്നോട്ടേക്ക് പോകുന്ന ഒരു നിലയാണ് നമുക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ വേണ്ടി കഴിയുക. സ്വരാജ് എന്തുകൊണ്ടും ഈ മണ്ഡലത്തിന് സ്വീകാര്യനായിട്ടുള്ള ഈ നാടിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം ഈ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ വഴിമാറ്റി കൊണ്ടുപോവുക, മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വേറെ ചില ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക, മുൻ അനുഭവങ്ങൾ ഇത്തരത്തിലൊക്കെ പോയതിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിലേക്ക് എന്തായാലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല. നിലമ്പൂരിൽ കാര്യങ്ങൾ വേറെയാണ് LDF പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ വഴിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ അങ്ങനെ LDFൻ്റെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാൺ എന്ന് തന്നെ ഉറച്ചു പറയുന്നൊരു ഘട്ടമാണോ ഇപ്പോഴുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവം ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഴിക്കടവിൽ സംസാരിച്ചത് ഈ ഗവൺമെൻറ്റും UDFൻ്റെ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്തു പറഞ്ഞു. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു, വ്യവസായ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, കേരളം വികസന രംഗത്തുണ്ടാക്കിയ മുന്നേറ്റം പറഞ്ഞു. മറുപടി പറയാൻ വേണ്ടി കഴിയാത്ത ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇന്ന് ഉന്നയിച്ചത്. ഇവിടെ ഈ മണ്ഡലത്തിനകത്ത് സാർവത്രികമായി ചർച്ചയാകുന്ന വിഷയമായിട്ട് അത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആ വിഷയങ്ങളിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ മതേതര പാരമ്പര്യം, ആ മതേതര പാരമ്പര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ നിലമ്പൂർ മണ്ഡലം എല്ലാ കാലത്തും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചൊരു നാടാണ്. കേരളത്തിൻ്റെ ഒരു പൊതുമുദ്രാവാക്യം ഏറ്റെടുക്കാൻ ഈ മണ്ഡലത്തിനായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്ത വർഗീയതയുമായിട്ട് സന്ധി ചെയ്യുന്ന, സാധാരണഗതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ആശ്രയിക്കാനാവാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് UDF തങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് പരിഗണിക്കുന്നത് എന്ന കാര്യത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന് ഇവിടെ ലീഗിൻ്റെ പഴയ നേതാക്കന്മാർ, അത് CHO കോയാവട്ടെ ശിഹാബ് തങ്ങളാവട്ടെ, അവരാരും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പോലും പങ്കെടുക്കാത്ത പ്രത്യേകതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തോ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞവരെ സ്വീകരിക്കുന്ന അവരുടെ വർഗീയ നിലപാടിനെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുറന്നു കാണിച്ചു. അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി കഴിയാതെ വലിയ വൈക്ലഭ്യത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. അവർ വലിയ പണക്കൊഴുപ്പിൽ ഈ പറയുന്ന പോലെ ആളുകളെ പല കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ആർഭാടകരമായിട്ട് ആളുകൾ അവതരിപ്പിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്ന നിലക്കുള്ള ശ്രമമാണ് നടത്തുന്നത്. അല്ലാതെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 5 കൊല്ലത്തെ ഭരണം ഈ ഭരണത്തെക്കാൾ മികച്ച ഒന്നാണ് എന്ന് പറയാനുള്ള ഒരു കാര്യവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പറയാനില്ല. അത്തരം രാഷ്ട്രീയം സംബന്ധിച്ച് അവർ സംസാരിക്കുന്നില്ല. അവർ ആദ്യം പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അവയെല്ലാം പൊളിഞ്ഞു. ഇവിടെ LDF മലപ്പുറം ജില്ലയ്ക്കെതിരാണ്, മലപ്പുറം ജില്ല ജനങ്ങളെ അപമാനിക്കുകയാണ് LDF ചെയ്യുന്നത് എന്നെല്ലാമുള്ള എല്ലാ വാദങ്ങളും ഉന്നയിച്ച മാത്രമേ തന്നെ അവിടെ എരിഞ്ഞടങ്ങുന്ന ചിത്രമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക. യഥാർത്ഥത്തിൽ UDF തികഞ്ഞ പ്രതിരോധത്തിലാണ് എന്ന് ഈ മണ്ഡലത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചും അവർ കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ നിലക്ക് വെള്ളം കുടിക്കേണ്ടി വന്നൊരവസ്ഥയാണ്
പ്രചരണ രംഗത്ത് പോലും ഈ മണ്ഡലത്തെ കാണാൻ വേണ്ടി കഴിയുന്നത് സ്വരാജിൻ്റെ വിജയത്തെ ആഘോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ മണ്ഡലം നിൽക്കുന്നത് എന്ന് ഈ മണ്ഡലത്തിൽ പരിശോധിക്കുന്ന ഏതൊരു നിഷ്പക്ഷമതിക്കും ബോധ്യമാകുന്ന നിലക്കാണ് ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നിലമ്പൂരിൽ നിന്ന് സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിട്ട് ഇവിടെ ഭരണകക്ഷി ബെഞ്ചിലേക്ക് വരും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ മണ്ഡലം കൃത്യമായിട്ട് പരിശോധിക്കുന്ന ആർക്കും തന്നെ കാണാൻ വേണ്ടി കഴിയും. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അത് കൃത്യമായി തന്നെ ഇപ്പോൾ നിലമ്പൂരിലെ LDFൻ്റെ പ്രകടനം കണ്ടാൽ അവിടെ നിന്നുള്ള ഏതൊരാൾക്കും നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇപ്പോൾ നിലമ്പൂരിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുടെ ഒരു വിവരണം തന്നെയാണ് ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത്. താങ്കളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇതാ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് നോക്കണ്ടല്ലോ. അവിടെ പോകാത്ത ആളുകൾക്ക് പോലും ഇവിടെ പത്രങ്ങൾ നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന കാഴ്ച, പൊതുവെ മാധ്യമങ്ങളിലൂടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്, നമ്മൾ വായിച്ചത് എന്താണ്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ എന്നും മറുപടികൾ പറഞ്ഞ് പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു UDFനെ കാണേണ്ടി വരുന്നു. ഇന്നത്തെ ദിവസവും അവരുടെ പ്രതിരോധത്തിൻ്റെ പുറത്ത് പാളിപ്പോയ വിവാദ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുകൂടി കാണുമ്പോൾ 4 ദിവസം ബാക്കി നിൽക്കുന്ന നിലമ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുക? നിലമ്പൂരിലെ എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ പ്രചാരണത്തിൻ്റെ ഒരു കൊഴുപ്പ് രണ്ട് പക്ഷത്തു നിന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ പ്രതിപക്ഷമാണ് ആ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. കാരണം ഭരണപക്ഷത്തിനെതിരെ പറയാൻ ഏറെ കാണുക, ഏറെ ശക്തിയായിട്ട് പറയാൻ കഴിയുക പ്രതിപക്ഷത്തിനാണ്. അങ്ങനെ ഒരു ആക്രമണോത്സുക പ്രചാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവരുന്നയിച്ച പല വാദങ്ങളും അത്ര കണ്ട് കനപ്പെട്ടില്ല, ശോഭിച്ചില്ല എന്ന് തന്നെ പറയാം. ഇപ്പം പെൻഷൻ കാര്യമോ അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നത്. അത് പക്ഷേ പെട്ടെന്ന് തുടക്കത്തിൽ തന്നെ അതിൻ്റെയൊക്കെ മുനയെ ഒടിഞ്ഞു പോയി. അതുകൊണ്ട് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ കാണാറുള്ള ഒരു പ്രചാരണ കൊഴുപ്പ് നിലമ്പൂരിൽ കാണുന്നില്ല. ഒരു പക്ഷേ ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്നയാളാണ്, നിലമ്പൂരോട്ട് പോയില്ല. പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരുടെ പ്രസംഗത്തിലും പ്രചാരണ പരിപാടിയിലും നോട്ടീസ് വിതരണത്തിലും വീട് കയറിയുള്ള പ്രചാരണത്തിലുമൊക്കെ അതിൻ്റെ ഉള്ളുകള്ളികൾ കാണുമായിരിക്കും. പക്ഷേ അവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയമായ ഒരു ശക്തമായ ചേരിതിരിവ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു വേർതിരിവാണ്, ഒരു ശക്തമായ ചേരിതിരിവാണ്. അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഒരു വശത്ത്, CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുവശത്ത്, ഈ രണ്ട് മുന്നണികൾ, രണ്ട് ചേരികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇവ രണ്ടും ബഹുദൂരം അങ്ങ് മുന്നേ പോയിരിക്കുന്നില്ലാൽ വേറെ ആരും കൊട്ടിഘോഷിച്ച അൻവറിൻ്റെ കാര്യം കേൾക്കാനേ ഇല്ല. ഞാൻ അന്നൊരിക്കൽ പറഞ്ഞു, മാതൃഭൂമിയിൽ അന്നൊരു ദിവസം വന്നത് 12ാം പേജിലാണ് അൻവർ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ മാതൃഭൂമി പത്രത്തിൽ. ഇപ്പോൾ അൻവർ 12ാം പേജിലെ മാതൃഭൂമി പത്രത്തിലെ ഒരു പേജിലും കാണാനില്ല. അപ്പോൾ ഇത്രയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദാരവത്തോടു കൂടി രംഗത്തിറങ്ങി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അത് മാധ്യമങ്ങൾ മുഴുക്കി ഏറ്റെടുത്ത് അങ്ങനെ വിജയശ്രീലാളിതനായിട്ട് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊട്ടിഘോഷിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച PV അൻവറിനെ ഇപ്പം കാണാനേ ഇല്ല. പ്രചാരണ രംഗത്ത് അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചില പ്രചാരണ വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, ചില പോസ്റ്ററുകളൊക്കെ ഉയർന്നിട്ടുണ്ട്, അല്ലാതെ അൻവർ രംഗം കാണാനേ ഇല്ല അത്രേ. അതുകൊണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് മുന്നണികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും. പിന്നെ BJPക്ക് അവിടെ ഒരു മൂന്നാമതൊരു ശക്തിയായിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ഞങ്ങളിവിടെ മത്സരിക്കുന്നില്ല, നമുക്ക് പ്രധാനമുള്ള സീറ്റല്ല, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതായത് BJPയുടെ സ്വഭാവത്തിലുള്ള വോട്ടർമാർക്ക് പറ്റിയ ഒരു മണ്ഡലമല്ല, പറ്റിയ മണ്ണല്ല നിലമ്പൂർ മണ്ണ്, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനം ഒരാളെ കൊണ്ടുവന്നു, കേരള കോൺഗ്രസ് ഒരാളെ
വേഷമൊക്കെ മാറ്റി കാവി ഉടുപ്പൊക്കെ ഇട്ട് അവിടെ അണിയിച്ചിറക്കി കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹത്തെയും അങ്ങനെ കാണാനില്ല. അതുകൊണ്ട് ശരിക്കും ഒന്നാമത്തെ ഞാൻ പറയുന്ന ഒരു വിഷയം, ഇത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം തന്നെയാണ്, ശക്തമായ മത്സരം. രണ്ടാമത്തെ കാര്യം, പ്രചാരണത്തിൻ്റെ കൊഴുപ്പ് സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാലക്കാട്ട് കണ്ട പോലെയുള്ള ഒരു കൊഴുപ്പ്, ഒരു 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 തിളക്കം അങ്ങനെയൊന്നും കാണാനില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ UDF ആണോ മുന്നിൽ, ഇടതുപക്ഷമാണോ മുന്നിൽ, നല്ലത് ഏറെക്കുറെ തുല്യമായ പോരാട്ടം തന്നെയാണ് അവിടെ. ഇടതുപക്ഷത്തിന് ശ്രീ ജേക്കബ് ജോർജ്, ഞാനൊന്ന് അങ്ങേക്ക് തന്നെയാണ് അവസരം തരുന്നത്. ഞാൻ അതിനകത്തേക്ക് താങ്കൾ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പതിവായി ചെയ്യാറുള്ളത് പോലെയുള്ള ഒരു നിരീക്ഷണം അവിടെ നോക്കുകയായിരുന്നു. അവിടുത്തെ പല പഞ്ചായത്തുകളിലും ഒക്കെ പോയി. അവിടെ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അവരുടെ ടാർഗറ്റ് അവർ ഈ പറഞ്ഞ വിവാദങ്ങൾക്ക് പിന്നാലെയല്ല, എന്താണ് കഴിഞ്ഞ 9 വർഷമായി ഈ സർക്കാർ ജനങ്ങൾക്ക് അനുഭവിപ്പിച്ചത് എന്നുള്ളത്, അവർക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളിലൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ ആ വീട് കയറി ഇറങ്ങി ആളുകളെ കണ്ടു തന്നെയുള്ള പ്രചരണങ്ങളിലേക്കാണ് അവർ പോകുന്നത്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് വലിയ കൊഴുപ്പ് കാണുന്നില്ല രണ്ട് ഭാഗത്തു എന്ന് പറഞ്ഞതിൽ ഞാൻ ഒരു ഭാഗം സമ്മതിക്കാം. പതിവുള്ള UDFൻ്റെ കൊഴുപ്പ് ഈ പ്രചരണ രംഗത്ത് ഇത്തവണ പിന്നിലാണ്, അവർ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. എന്നാൽ LDF ആ കൊഴുപ്പിൽ വിശ്വസിക്കാതെ അവർ ജനങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞ കാര്യം, മറ്റ് സ്ഥാനാർത്ഥികൾ ഒന്നും ചിത്രത്തിലേ കാണുന്നില്ല എന്നുള്ളതും നമ്മൾ നേരത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് അവിടെ നേരിട്ട് നമുക്ക് കാണാനില്ല എന്നുള്ളതും സത്യമാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത്, M സ്വരാജ് സ്ഥാനാർത്ഥിയായ ശേഷം അല്പം താമസിച്ചിട്ടാണ് UDFനെ അപേക്ഷിച്ചിട്ട് UDF ആര്യടൻ ഷൗക്കത്തിനെ അവതരിപ്പിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് M സ്വരാജുമായിട്ട് CPI രംഗത്തിറങ്ങുന്നത്. അത് ഒരു വലിയ ഒറ്റയടിക്ക് തന്നെ ഒരു മുന്നേറ്റമായിരുന്നു CPMൻ്റെ ഭാഗത്ത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്. കാരണം CPM സ്വന്തം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും എന്ന് കണക്ക് കൂട്ടിയിരുന്നില്ല പ്രതിപക്ഷം, ഈ കോൺഗ്രസ് മുന്നണി, UDF നേതൃത്വം. അതുകൊണ്ടാണല്ലോ PB അൻവറെ നേരത്തെ 2 വർഷം മുമ്പ് വിളിച്ചവിടെ നിർത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. കാരണം അൻവറിൻ്റെ സ്വതന്ത്ര വോട്ടുകൾ പ്ലസ് CPM ഇടതുപക്ഷ വോട്ടുകൾ, അതൊരു വിന്നിങ് കോമ്പിനേഷനായിരുന്നു PB അൻവറിനെ സംബന്ധിച്ച്. അപ്പം ഇടതുപക്ഷം മൈനസ് PB അൻവർ എന്നുള്ള ഒരു വിഷയം, ആ വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ CPMന് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വോട്ടർമാരെ നേരിടുക എന്ന വെല്ലുവിളിയാണ് CPM ഏറ്റെടുത്തതെന്ന് നമുക്കിതിൽ നിന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. M സ്വരാജ് അന്നാട്ടുകാരൻ, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരിൽ ഒരാൾ, വ്യക്തമായി രാഷ്ട്രീയ ധാരണയുള്ളയാൾ, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളയാൾ, എന്തുകൊണ്ട് വ്യക്തമായി സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ശേഷിയുള്ള യുവ നേതാവ്, CPMൻ്റെ എല്ലാ പടികളിൽ കൂടെയും കടന്നു വന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിക്കഴിഞ്ഞ നേതാവ്, എല്ലാ പ്രത്യേകതകളും ഉള്ള M സ്വരാജ് അധികം പ്ലസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വം, 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കാനുള്ള ശേഷി, പറയാനുള്ള ശേഷി, അത് മുഖ്യമന്ത്രിയുടെ സ്വന്തമായിട്ടൊരു പ്രത്യേകതയാണ്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും CPMന് പ്രചരണ രംഗത്ത് ആ നിലയ്ക്ക് ഒരു മുന്നേറ്റമുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ് CPMനെ സംബന്ധിച്ച്. കാരണം ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM നേതൃത്വത്തിന് ഏറെ പറയാനുണ്ട് ഭരണത്തെക്കുറിച്ച്. ആ ഭരണത്തിനെതിരെ പറയാനുള്ള കാര്യമാണ് UDF കാണിക്കേണ്ടിയിരുന്നത്. അത് അത്ര കണ്ട് കാണിച്ചിട്ടില്ല എന്നുകൂടി ഞാൻ പറയാൻ ശ്രീ ജേക്കബ് ജോർജ്, ആ ഒരു കാര്യം തന്നെയാണ് CPM എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഭരണത്തിൽ UDFന് ഒരു നെഗറ്റീവും പറഞ്ഞ് അവിടെ ജനങ്ങളെ ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർ കേന്ദ്രീകരിച്ച ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അവർ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ നിമിഷത്തിലും അവർക്കതിൽ നിന്ന് കരകയറാനായിട്ടില്ല. മറ്റൊന്ന്, അവർക്ക് രാഷ്ട്രീയമായി പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ അവർ ഇപ്പോൾ വലിയ രീതിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, VD സതീശൻ പോലും മതരാഷ്ട്രവാദം ഇല്ലാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വരെ പറഞ്ഞു നിൽക്കുന്നിടത്ത്, അത് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള
ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വോട്ടുകൾ വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. താങ്കൾ നേരത്തെ ഒരുപക്ഷെ പറയാതെ പോയ ഒരു കാര്യം ആ ഭാഗത്തെക്കുറിച്ചാണ്. മുസ്ലിം ലീഗിന് തന്നെ അതൃപ്തിയുള്ള തരത്തിൽ അവിടെ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. എം സ്വരാജിന് നേരത്തെ അൻവറിന് സ്വന്തമായി കുറേ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞിടത്ത് ഇപ്പോൾ ആ വോട്ടുകളിൽ കുറേ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ സ്വരാജിന് സ്വന്തമായി കുറേ വോട്ടുകൾ അവിടെ നിന്ന് എല്ലാ പാർട്ടി ഭേദമന്യേ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്നുകൂടി അവിടെ കാണേണ്ട ഒരു ഘട്ടമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അതുകൂടി താങ്കൾ അടുത്ത ഘട്ടത്തിൽ പൂരിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നു. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഈ ഘട്ടത്തിൽ എൻ ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ അവിടുത്തെ ഒരു നിരീക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ പുറത്ത് നിങ്ങൾ ഇപ്പോൾ നേടിയിരിക്കുന്ന ഒരു മുൻതൂക്കം, അത് എം സ്വരാജ് അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെന്ന് രാഷ്ട്രീയ ഭേദമന്യേ പറയുന്നു എന്നത് നിങ്ങൾക്ക് വലിയ നേട്ടമായി തന്നെ നിങ്ങൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്, അങ്ങനെയല്ലേ? ഇതിൽ ഈ കഴിഞ്ഞ 2 ദിവസം ഈ മണ്ഡലത്തിൽ സാർവത്രികമായിട്ട് നല്ല മഴയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ പെരുമഴയിൽ, അണമുറിയാത്ത മഴയിൽ എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികൾ നടക്കുകയാണ്. അതുപോലെ കേന്ദ്രീകരിച്ച മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന കേന്ദ്രീകരിച്ച പൊതുയോഗങ്ങളെല്ലാം നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആശങ്ക ഉളവാക്കുന്ന ഒരന്തരീക്ഷമുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ സ്വരാജ് തന്നെ പറഞ്ഞതുപോലെ ഒരു പരിപാടിയും ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, പെരും മഴയെ കൂസാതെ ആളുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാണാനും സ്വീകരിക്കാനും ഹാരമർപ്പിക്കാനും എല്ലാം കാണിക്കുന്ന താല്പര്യം യഥാർത്ഥത്തിൽ ഈ മണ്ഡലം എത്രമാത്രം സ്വീകാര്യതയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയോട് കാണിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഭരണപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ നേരത്തെ അവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആവർത്തിക്കാനാവുന്നില്ല. ഞാൻ പറഞ്ഞു 3-4 കാര്യങ്ങൾ അവർ ഇതിനിടയിൽ ഉന്നയിച്ചു, ഒന്നും ആവർത്തിക്കപ്പെടുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മലപ്പുറത്തിനെതിരാണ്, മലപ്പുറത്തെ അധിക്ഷേപിക്കുന്നു, അവർ ആവർത്തിക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിസിറ്റി അപകടത്തിൽ ഒരു കുട്ടി മരിച്ച കാര്യം അവർ ആവർത്തിക്കുന്നില്ല. നേരത്തെ അവർ പെൻഷനെ പറ്റി പറഞ്ഞ കാര്യം അവർ ആവർത്തിക്കുന്നില്ല. ഇന്ന് രാവിലെ അവർ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന UDF നേതാക്കന്മാരെ പോലീസ് പീഡിപ്പിക്കുന്നു, അവരെ അന്യായമായിട്ട് തടയുന്നു, അവരുടെ കാർ ചെക്ക് ചെയ്യുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അവർക്ക് ആവർത്തിക്കാനാവുന്നില്ല. കാരണം അവരുന്നയിക്കുന്ന ഇത്തരം വിദണ്ഡവാദങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് പൊളിച്ചെടുക്കാൻ പാകത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അത്തരം കാര്യങ്ങളിൽ സ്വയം തന്നെ തങ്ങളുടേതായിട്ട് നിലപാടുകൾ ഈ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് പിൻവാങ്ങുക അല്ലാതെ മറ്റ് ഗത്യന്തരമില്ല എന്നുള്ള അവസ്ഥ വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ 9 കൊല്ലമായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പ്രതിരോധത്തിലായിരിക്കും ഭരണപക്ഷത്തിന് ഊന്നേണ്ടി വരിക. എന്നാൽ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾക്ക് അങ്ങനെ ഊന്നേണ്ടി വരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന അന്തരീക്ഷമുണ്ട്. ഇവിടെ UDF കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ ബന്ധം അതിനെക്കുറിച്ച് നല്ലതുപോലെ പറയാൻ വേണ്ടി കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം കടുത്ത പ്രതിരോധത്തെ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ മറുപടി പറയേണ്ടി വരുന്നൊരവസ്ഥയിൽ അവർ എത്തിയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഞങ്ങളാവട്ടെ ഞങ്ങൾ ആശ്രയിക്കുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ 2 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഊന്നുന്നത്. ഒന്ന്, ഈ കേരളം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മതനിരപേക്ഷത, അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ നാടിൻ്റെ ശത്രുക്കളാണ്. ഈ കാര്യമാണ് ഞങ്ങൾ ഊന്നുന്ന ഒന്നാമത്തെ കാര്യം. അത് ഏറെക്കുറെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ ഈ കാലത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നേരത്തെ 57 ഗവൺമെൻറ്റിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ കഴിഞ്ഞ 2016 മുതൽ ഇതുവരെയുള്ള കാലത്ത് തുടർന്നു വന്നിട്ടുള്ള LDFിൻ്റെ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ 9 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എങ്ങനെയാണ് ഒരു നവകേരള സൃഷ്ടിയിലേക്ക് ഈ കേരളത്തെ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിന് തുടർച്ചയുണ്ടാവേണ്ട ആവശ്യകത എന്താണ്? ഈ കാര്യം സംബന്ധിച്ച് കൃത്യമായ നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രചരണമാണ് മറുപടി പറയാൻ പലപ്പോഴും ഭരണപക്ഷത്തെ ഇന്ന് നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കേവലമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളതല്ല. രാഷ്ട്രീയ കാലാവസ്ഥ യഥാർത്ഥത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. 5 കൊല്ലക്കാലമുള്ള UDFിൻ്റെ ഭരണത്തെയും 9 കൊല്ലമുള്ള LDF ഭരണത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏത് പാർട്ടിക്കാരനാവട്ടെ, പണിയെടുക്കുന്നവൻ, സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ, അവൻ നിൽക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്, ഈ ഗവൺമെൻറ്റിനാണ് തുടരേണ്ടത് എന്ന് പറയുന്നൊരു സാർവത്രിക ബോധം
എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി കഴിയുന്ന സംഗതി. ശരി, എൻ ശ്രീകുമാർ, നോക്കൂ, 9 വർഷക്കാലത്തെ തുടർച്ചയായിട്ടുള്ളൊരു ഭരണത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ എങ്ങനെയാണോ ഒരു പ്രതിപക്ഷത്തെ നേതൃത്വം അവിടെ ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് തങ്ങൾ കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടത്, ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണോ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കാണുന്നത്? ക്ഷേമ പെൻഷൻ വിവാദം കൊണ്ടുവന്ന് വിഴുങ്ങേണ്ടി വന്ന, ഇപ്പോഴും അതിൻ്റെ പുറത്ത് ആളുകളുടെ മുമ്പിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം. അതുപോലെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് 7 അയലത്ത് ഇപ്പോൾ ആ വാദവുമായി നിൽക്കാൻ പറ്റാത്തൊരു പ്രതിപക്ഷം. വഴിക്കടവിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ സാധാരണക്കാർ പോലും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തൊരു സമരമാണ് അവർ നടത്തിയത്, ആശുപത്രിയിലേക്കുള്ള വഴി അടച്ചുകൊണ്ടാണോ സമരം നടത്തേണ്ടതെന്ന് ഇന്നും ചോദിക്കുന്ന, ആ ചോദ്യം ആ വിഷയമേ എടുക്കല്ലേ എന്ന് പറയുന്നൊരു പ്രതിപക്ഷത്തെ കാണേണ്ടി വരുന്നൊരു കാഴ്ച. ഏറ്റവും ഒടുവിൽ, പലതും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട കാഴ്ച എന്താണ്? ഒരു പെട്ടി ഷോ ഇപ്പോഴും നമ്മളവിടെ കണ്ടു. ആ ഷോ നടത്തിയ MLA എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിൻ്റെ ഈ സർവീസിന് പാരിതോഷികം ഞങ്ങൾ തരാം, ഞാൻ തരാമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നൊരു MLA ആണ് പാലക്കാട്ട് നിന്ന് UDFന് മുന്നിൽ നിർത്തേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ ഇപ്പോൾ വിഴുങ്ങേണ്ടി വന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. 9 വർഷം ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ മേൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിലമ്പൂരിൽ പ്രതിപക്ഷം എന്തൊക്കെ നിരത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ കാണുന്ന കാഴ്ച. എൻ ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ ലാലെ, ഇവിടെ ശ്രീ പ്രകാശ് മാഷ് സംസാരിച്ച എന്താണെന്നറിയാമോ? അതായത് പ്രതിരോധത്തിലല്ല LDF, നേരെ മറിച്ച് UDF ആണ് പ്രതിരോധത്തിൽ. അപ്പോൾ എനിക്കതിന് അർത്ഥം മനസ്സിലായില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ ഭരണ നേട്ടം, എന്താണ് നിങ്ങളുടെ അഭിമാനകരമായ നേട്ടം? ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രകാശ് മാഷ്ക്ക് അത് പറയാൻ പറ്റും തോന്നുന്നില്ല, കാരണം മുഖ്യമന്ത്രിക്കും പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാഷ് ഉൾപ്പെടെ നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. തൃക്കാക്കരയിൽ തുടങ്ങിയതാണ് നമ്മൾ. തൃക്കാക്കരയിൽ നിന്ന് പുതുപ്പള്ളിയിലെത്തി, പുതുപ്പള്ളിയിൽ നിന്ന് പാലക്കാട്ടെത്തി, പാലക്കാട്ടിൽ നിന്ന് വയനാട്ടിലെത്തി, വയനാട്ടിൽ നിന്ന് നമ്മൾ ആ കാലത്തിരുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇവിടം വരെ എത്തി. ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല ജനങ്ങൾ എതിരാണെന്ന്. മാഷ് ഇപ്പോഴും പറയുന്നത് ജനങ്ങൾ അവർക്കൊപ്പമാണെന്നാണ്. അപ്പോൾ പാലക്കാട്ട് 3000, 18000 ആയതും മറ്റുള്ളതൊക്കെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. നിലമ്പൂരിൽ 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയത്. ചേലക്കരയിലാണെങ്കിൽ 29,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടുത്തെ CPMന് ഉണ്ടായിരുന്നത് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരുടെ ഒപ്പമാണ് ജനമെന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. മാഷെ ഒരു കാര്യം പറയാം, CPM നേതാക്കൾ ഇപ്പോഴും അവരുടെ ഈ ചാനൽ ചർച്ചകളിലാണെങ്കിൽ അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളാണ്. ചാനൽ ചർച്ചയിൽ ആ പ്രസംഗങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകില്ല മാഷെ. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഡോക്ടർ ലാല് ചോദിച്ചൊരു പെട്ടിക്കാര്യം, ഈ പെട്ടിക്കാര്യം ഇന്ന് സാധാരണഗതിയിൽ പാലക്കാട് എന്തായിരുന്നു പെട്ടിക്കാര്യം? അവസാന പെട്ടി വന്നിട്ട് പൊള്ളിയതാർക്ക? NN കൃഷ്ണദാസിന് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കല്ല. ഞാൻ ആ കൃഷ്ണദാസ് ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, അത് കണ്ടില്ല എന്ന നല്ല കാര്യം. അപ്പോൾ എന്തായാലും അന്ന് CPMലാണ് പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഇന്നലെ എന്താ ഇപ്പോൾ ഇവർ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന എന്താ? രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫിയുടെയും കാർ പരിശോധിക്കാൻ പറ്റില്ലേ? ഇതാണ് ചോദ്യം. അതല്ല, പരിശോധിക്കണമെന്നാണ് ആ യുവ നേതാക്കളെ പറഞ്ഞത്. പരിശോധിക്കണം, പക്ഷേ അവഹേളിക്കരുത്. പരിശോധനയ്ക്കായി പിടിച്ചു നിർത്തിയിട്ട് പെട്ടിയെടുത്ത് തുറക്കാൻ എന്ത് അവഹേളനം ഉണ്ടായിന്നാണ് എൻ ശ്രീകുമാർ? ഞാൻ 2 മിനിറ്റ് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. അത് ഞാൻ സമയം തന്നതാണ്, എനിക്ക് മറു ചോദ്യങ്ങൾ ചോദിക്കാനില്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഞാൻ പാലക്കാട്ടെ വിഷയം എടുത്ത് അങ്ങ് ഇട്ടു, താങ്കളുടെ മുമ്പിലേക്ക് തന്നു എന്നൊന്നും അല്ലല്ലോ സംഭവിച്ചത്. ഇതെന്താണ് നിലമ്പൂരിൽ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിലമ്പൂരിൽ ഈ പ്രചരണ രംഗത്ത് ഈ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകളിൽ പ്രതിപക്ഷം പ്രതിരോധത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. താങ്കൾ ഏറ്റവും ഒടുവിലത്തെ വിഷയത്തിലേക്ക് വന്നല്ലോ, അവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് അപമാനിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിശോധനയെ നിങ്ങൾ എന്തിനാണ് ഈ പിണറായി സർക്കാരിനെതിരായി പിണറായി പോലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നോക്കൂ ലാലേ, പാലക്കാട്ട് വനിതാ കോൺഗ്രസ് നേതാക്കളുടെ മുറി കയറി പരിശോധിച്ചതും
അവിടെ ഒരു വിവാദം ഉണ്ടാക്കിയതൊക്കെ പോലീസും ആ അന്വേഷണം എവിടെ എത്തിയെന്നുള്ളത് പ്രകാശൻ മാഷിക്ക് പോലും അറിയാൻ വയ്യ എവിടെയാണ് അന്വേഷണം എത്തിയെന്നുള്ളത്. പരാതി കൊടുത്തിട്ട് അവസാനം പാർട്ടിക്ക് നാണക്കേടായ വിഷയം. ഞാനത് ചർച്ച ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചു ഇവിടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ UDF എങ്ങനെ പ്രതിരോധത്തിൽ ഇപ്പോൾ വഴിക്കടവാണ് നിങ്ങളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. വഴിക്കടവിൽ ഒരാളെ കറണ്ട് കട്ടെടുത്തിട്ട് അത് വെച്ച് പന്നിക്കിടി വെച്ചിട്ട് അവിടെ ഒരു ബാലൻ മരിച്ചു. അത് നമ്മുടെ വനം മന്ത്രി അദ്ദേഹം അത് UDFൻ്റെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി എന്നുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അത് മുഖ്യമന്ത്രി നിഷേധിക്കാത്രത്തോളം കാലം അങ്ങനെയായിരിക്കും. അവിടെ CPMൻ്റെ നേതാക്കൾ അവിടെ പിന്നെ മിണ്ടിയില്ലല്ലോ ആ വിഷയത്തെക്കുറിച്ച്. പ്രശ്നം അവസാനിപ്പിച്ചു. നിലമ്പൂരിൽ പോലും പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് മലപ്പുറത്തേക്കുള്ള ആശുപത്രിയുടെ വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴി തടഞ്ഞത് ആരാണ്? ആ കോൺഗ്രസ് നേതാക്കൾ ഇട്ട പോസ്റ്റ് പിന്നീട് എന്തായിരുന്നു? ആ പോസ്റ്റ് പിന്നീട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ആരാണ് പിൻവാങ്ങിയത് ആദ്യം? അതാണ് നമ്മുടെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരെ അനാവശ്യം പറഞ്ഞ ഒരു MLA ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് പിന്തുടരുന്ന ഒരു രീതിയാണോ? ഇത് മറ്റൊരിടത്തും കാണാത്ത കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വഴിക്കട വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിലപാട് നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്യുന്നില്ല. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല, ചർച്ച ചെയ്യുന്നില്ല. ആദ്യം ഇത് അവരുടെ ഫോൺ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഗോവിന്ദ മാഷ് പിന്നീട് ഇന്നേ അവരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. ആ മിൽമ ബൂത്തിന്റെ മുമ്പിൽ ഇരുന്ന് എല്ലാവരും കൂടി ആഹ്ലാദിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ. അത് എന്ത് ആഹ്ലാദമായിരുന്നു? എന്തിനാണ് അവിടെ നിന്ന് എല്ലാവരും ചായ വാങ്ങിക്കുടിച്ച് ആഹ്ലാദിച്ചത്? എന്തിനാണ്? ആ പോസ്റ്റ് എന്തിനാണ് പിന്നീട് മുക്കിയത്? അല്ല, ലാൽ മാത്രമേ കാണാത്തുള്ളൂ. കാരണം വെച്ചാൽ ആ പോസ്റ്റ് പിൻവലിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചാനലിൽ വന്ന് ജ്യോതികുമാർ ചാമക്കാല അത് വിശദീകരിച്ചു. കാരണം ആ ചിത്രത്തിൽ ആ സമരത്തിൽ പങ്കെടുക്കാത്ത കുറച്ച് കുട്ടികളുടെ പടം വന്നു. അങ്ങനെ വന്നപ്പോൾ അതൊരു ചർച്ചയാകാതിരിക്കാൻ വേണ്ടി അത് ഡിലീറ്റ് ചെയ്തെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ കണ്ടില്ലല്ലോ. അതിന് അവരുടെ മുഖം അല്ലെങ്കിൽ നമുക്കൊന്ന് മറച്ചിട്ട് വീണ്ടും ആ പോസ്റ്റ് ഇടാമല്ലോ. ഇന്ന കുട്ടികളാണ് അതിൽ പങ്കെടുക്കാത്തത്, അവരുടെ ഫോട്ടോ ഞങ്ങൾ കൊടുത്ത അബദ്ധമായിപ്പോയി, അതുകൊണ്ട് നമുക്കത് മാസ്ക് ചെയ്ത് ആ പോസ്റ്റ് വീണ്ടും ഇടാം. ആ പോസ്റ്റേ മുക്കണ്ടല്ലോ. എൻ്റെ ലാലെ CPMന് പോലും കൈപൊള്ളിയ കേസ് ലാൽ എന്തിനെ തുറക്കുന്നത്? ശിവകുമാറിനോടാണ് ഞാൻ ചോദിച്ചത്. ശിവകുമാർ പറഞ്ഞ വാദത്തോടാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഇന്നത്തെ കാര്യം എടുക്കൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൽ എവിടെയാണ് ഒരു MLAയോടോ MP യോടോ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വന്നത്? താങ്കൾ അതൊന്ന് വിശദീകരിക്കൂ. നോക്കൂ, ഇന്ന് വിജയരാഘവൻ്റെ ഈ ചോദ്യം, ലാലിൻ്റെ ഈ ചോദ്യം വാർത്താലേഖകർ ചോദിച്ചു. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കുട്ടികളാണ്, അവർ ന്യൂജൻ യൂത്ത് കോൺഗ്രസ്സുകാരാണ്, അവരുടെ ആവേശം കാണിച്ചതേ ഉള്ളൂ, അതൊരു വിഷയമാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. LDF സ്ഥാനാർത്ഥി ചർച്ചാ വിഷയമാക്കുന്നില്ല. ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അവിടെ ഇവരുടെ കാർ നിർത്തി പരിശോധിക്കണമെന്ന് പറഞ്ഞു. അവരുടെ കാർ അവരെ പുറത്തിറങ്ങിയപ്പോൾ ആളെ മനസ്സിലായില്ല, ടോർച്ച് അടിച്ച് നോക്കി MP യുടെ മുഖത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ MP ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്താ വിഷയം ചോദിച്ചപ്പോൾ പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞു. പെട്ടികൾ എല്ലായിടത്തും വെച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അത് പറ്റില്ല, പരിശോധിച്ചിട്ടേ വിടാവൂ എന്ന് പറഞ്ഞു. കാരണം പെട്ടി പരിശോധിച്ചില്ല, നാളെ വേറെ രീതിയിലാണ് വരിക. പെട്ടി അവർ പരിശോധിച്ചപ്പോൾ അതിൽ കുറേ പുസ്തകങ്ങളാണ് കണ്ടത്. പുസ്തകം വായിക്കുന്നത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പുസ്തകം വായിക്കും, അല്ലാണ്ട് വേറെ ഒരാൾ മാത്രമല്ലല്ലോ. പുസ്തകങ്ങളും വസ്ത്രങ്ങളും കണ്ടപ്പോൾ അവരോട് പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി എഴുതി കൊടുക്കണം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരാതി എഴുതി കൊടുക്കണം. ആ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. വിജയരാഘവൻ അവിടെ കുട്ടികളല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അത് കളിയാക്കിയതാണെന്ന് വിശ്വസിക്കാനും അറിയാനുമുള്ള ഒരു പക്വത മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ടാകും. ആ ഒറ്റ കാരണം കൊണ്ടാണോ പരാതി കൊടുക്കാത്തത്? അല്ല, ഇത്രയും വലിയൊരു വിഷയം പൊക്കിക്കൊണ്ടുവന്നിട്ട് വിജയരാഘവൻ CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാ, പോളിറ്റ് ബ്യൂറോ മെമ്പറാ, അങ്ങനെ തമാശ പറയാ? അത് ശരി, തമാശ പറയാനുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞത് ആയിക്കോട്ടെ, അങ്ങനെ പരിഹസിച്ച് കളയാനുള്ളതാണോ? അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത വേണ്ടേ ഈ കോൺഗ്രസ് നേതാക്കൾ? അല്ല,
അല്ല, അങ്ങനെ അത് പരിഹസിച്ച് കളയേണ്ടതാണോ? ഗൗരവത്തിലെടുക്കണ്ടേ? വഴിക്കടവ് പോലെ കൈകൊള്ളുന്നു വിചാരിച്ചിട്ടല്ലേ പാലക്കാട് കൈകൊള്ളി, വഴിക്കടവ് കൈകൊള്ളി, ഇവിടെ കൈകൊള്ളണ്ടെന്ന് വിചാരിച്ചു. വീഡിയോ ഉണ്ടല്ലോ, അവിടെ പെട്ടി പരിശോധിച്ചപ്പോൾ ബുക്കാണോ കണ്ടത്, മറ്റെന്തെങ്കിലും കണ്ടോ? അവിടെ ചായ കുടിക്കാൻ പോയതാണെങ്കിൽ എന്തിനാണ് പെട്ടി എടുത്തോണ്ട് പോയത്? അവിടെ ആരാണ് പരിഹസിക്കാൻ ശ്രമിച്ചത്, ആരെയാണ് കളിയാക്കിയത്, ആരെയാണ് ട്രോൾ ചെയ്തത്, ഇതൊക്കെ അറിയണ്ടേ? ചായ കുടിക്കാൻ പോകുന്നിടത്ത് 4 നേരം, ഞാൻ അവിടെ പോയതാണ് നിലമ്പൂരിൽ, താങ്കളും പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറയുന്ന വടപുറം പാലത്തിനപ്പുറമുള്ള ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ 4 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ സെൽഫി എടുക്കാനായി കുട്ടികളുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ പെട്ടിയും എടുത്ത് എന്തിനു പോകുന്നു എന്ന് അവിടെയുള്ള നാട്ടുകാർ ചോദിക്കില്ലേ? ബാക്കിയുള്ളവർ വിടുന്നു എന്ന് കരുതാം. നമുക്ക് മറ്റു വിഷയങ്ങളുള്ളത് കൊണ്ട് CPM ആ വിഷയങ്ങളിലേക്കാണ് പോയതെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇതിനെക്കുറിച്ച് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു 2 വരി എഴുതി കൊടുത്താൽ ആ വീഡിയോ കിട്ടുമല്ലോ, നമുക്ക് നാട്ടുകാരെ കാണിക്കാമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോന്ന്. നോക്കൂ ഡോക്ടർ ലാലെ, താങ്കൾ ഈ CPM-നെ ന്യായീകരിക്കാൻ വേണ്ടി ചോദിക്കുന്നതിലൊന്നും ഒരു വ്യക്തത വരുന്നില്ല. അതായത് അവിടെ ഇന്ന് നടന്ന സംഭവത്തിൽ അവരെന്താ പറഞ്ഞത്? അവരെ പരിഹസിച്ചു, അവരെ അപമാനിച്ചു. അവർ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഒരു പ്രകടനം അവിടെ നടന്നു. ഇനി ഇത് പരാതി കൊടുത്ത കാര്യമാണ് പാലക്കാട്ടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വിഷയം അവിടെ ചർച്ചാ വിഷയമാക്കി കൊണ്ടുപോകാത്ത UDF-ഉം കൊണ്ടുപോകുന്നില്ല, LDF-ഉം കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. നാളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. UDF-ൻ്റെ ഒരു അജണ്ട ഉണ്ട് അവിടെ. എന്താണ് അജണ്ട? അത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ്. LDF-ന് അജണ്ടയില്ല. മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഈ രാഷ്ട്രീയ വഞ്ചന എങ്ങനെ ഉണ്ടായി? അൻവർ ആരുടെ കൂടെയായിരുന്നു? അൻവർ എന്തുകൊണ്ടാണ് CPM-നെ വഞ്ചിച്ചത്? ഇതൊക്കെ അവിടെ ചർച്ചയായിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് അവിടെ UDF ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ നേട്ടം പറയൂ. ഒരു നേട്ടം, ഒരേ ഒരു നേട്ടം. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ നല്ല മാറ്റമേ ഉള്ളൂ. അവർ പറയണ പഴയ കാലത്ത് UDF-ൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നുള്ള അതൊന്നും അല്ലല്ലോ നേട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇന്നത്തെ ഈ പെട്ടി വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാൻ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നല്ലതാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് എന്ത് ഇവരാരാ, ഇവർക്കെന്താ കൊമ്പുണ്ടോന്നൊക്കെ. അതിനുശേഷം ഇന്ന് രാവിലെ കുറേ പേരൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഒരു മന്ത്രി അതിലേ പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാർത്താലേഖകരോട് ചോദിച്ചു അല്ല ഈ മന്ത്രി പോയല്ലേ എന്താ പരിശോധിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മന്ത്രിക്ക് തിരക്കുണ്ടാവും, അതോ അതിന് അവർക്ക് തിരക്കുണ്ടോ എന്താ അറിയില്ല. അതാണോ എല്ലാ ആളുകളെയും നമ്മുടെ ഇത്തരം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ നമ്മളെയൊക്കെ ഉൾപ്പെടെ പോകുന്ന വഴിക്കൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്യാറുള്ളതാണ്. നമ്മളൊക്കെ അതിന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവിടെ ചിലപ്പോൾ എല്ലാ മന്ത്രിമാരെയും പരിശോധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ചില മന്ത്രിമാരെ പരിശോധിച്ചു എന്നുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ആ സമയത്ത് ഈ മാധ്യമങ്ങളുമായി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പോയി അതുവഴി പോകുന്ന ഒരു മന്ത്രിയെ പരിശോധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം. താങ്കൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയമായി വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ എന്താണ് സർക്കാർ ചെയ്തത് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടോ? നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ടോ? ഈ സർക്കാരിനെതിരായി നിങ്ങളൊന്നും അവിടെ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയോട് മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. പ്രകാശ് മാസ്റ്റർ അത് വിശദീകരിച്ചു. പക്ഷേ നിങ്ങൾ ഉന്നയിച്ച ക്ഷേമ പെൻഷൻ കാര്യങ്ങൾ അവിടെ തള്ളിപ്പോയി. നിങ്ങൾ പറഞ്ഞ വഴിക്കടവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മലപ്പുറം ജില്ലാ വിവാദത്തിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പെട്ടിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി നിങ്ങളൊന്നും പരാതി പോലും കൊടുത്തിട്ടില്ല. പിണറായി പോലീസിനെയാണ് അവിടെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും മുന്നോട്ട് ഇനിയും പോകാൻ പറ്റുമോ? 4 ദിവസം നോക്കൂ, ഞാൻ 2 മിനിറ്റ് ഒരു 1.5 മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് പറയാം. അതായത് CPM-നെ കുറേ കാലമായിട്ട് ഇപ്പോൾ ജേക്കബ് ജോർജ് നന്നായിട്ട് അറിയാതെ, പ്രകാശ് മാസ്റ്റർക്ക് അറിയാം, പക്ഷേ അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് CPM-ന് കുറേ കാലമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരവരുടെ ആ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി നോക്കാതെയുള്ള ചില നടപടികളെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. അതിലാണ് ഈ വർഗീയതയും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം, PDP പ്രശ്നം, അതിലിപ്പോഴത്തെ ഒരു അഖില കേരള ഹിന്ദു മഹാസഭയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയും, പിന്നീട് അത് ഭാവിയിൽ പ്രശ്നമാവും. ഇപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അത് രാഷ്ട്രീയം. അവിടെ UDF ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, അവിടെ UDF മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള ആ അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കുരിയാടിയോ? ഇല്ലല്ലോ. കാരണം അവരത് വിഷയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ ജനങ്ങൾക്ക് ആവശ്യം ഇതൊന്നുമല്ല. അവർക്ക് പെൻഷനാണ് ആവശ്യം.
ആ പെൻഷൻ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകാർക്ക് എന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? പെൻഷൻ അവർക്ക് ആവശ്യമുണ്ടോ? എന്നാണ് പെൻഷൻ അവർക്ക് കൈക്കൂലിയാണെന്ന് പറഞ്ഞ, വോട്ടിന് വേണ്ടി വാങ്ങുന്ന കൈക്കൂലിയാണെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ പെൻഷൻ അവർക്ക് ആവശ്യമുള്ളതാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? നോക്കൂ, പെൻഷൻ കൈക്കൂലിയാന്നൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ അവിടെ വേണുഗോപാൽ പ്രസംഗിച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്. ഒരുമിച്ച് കൊണ്ട് കൊടുക്കാതെ കൃത്യമായിട്ട് കൊടുത്തുകൂടെന്നാണ് ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കൊണ്ട് കൊടുക്കണ്ടല്ലോ, അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. അതൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. അത് മാത്രവുമല്ല, അവിടെ UDF കൊണ്ടുവരുന്നത് രാഷ്ട്രീയമാണ്, വ്യക്തി രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല അവർ ഇന്നേ വരെ. എവിടെയെങ്കിലും പ്രസംഗിച്ചോ മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരും? ഈ പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും നേതാക്കൾ എന്നൊക്കെ പ്രസംഗിക്കുന്നതല്ല. രാഷ്ട്രീയമായ നിലപാട് VD സതീശൻ ഒറ്റത്തവണ എടുത്തിട്ടുള്ളൂ, UDF ഒറ്റത്തവണ എടുത്തിട്ടുള്ളൂ, കോൺഗ്രസ് ഒറ്റത്തവണ എടുത്തിട്ടുള്ളൂ. അത് ആ ഗവൺമെന്റിന്റെ നേട്ടമാണ്. അതൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചിട്ട് ഇന്നലെ ചോദിച്ചു. ആ പ്രസംഗം കേൾക്കാൻ ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നതാണ്. നിലമ്പൂരിൽ ചുങ്കത്തറയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അത് കഴിഞ്ഞ് മൂത്തേടത്തുള്ള പ്രസംഗം, മഴ നനഞ്ഞുകൊണ്ട്. ആ നേരത്തെ പ്രകാശ് മാഷ് വിശദീകരിച്ചതാണ്. ആ ഓഡിറ്റോറിയത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ആളുകൾ, അതിനുശേഷം പുറത്ത് മഴ നനഞ്ഞുകൊണ്ടും കുട പിടിച്ചും ആളുകൾ നിരത്ത് മുഴുവൻ, അടുത്ത പറമ്പുകളിലൊക്കെ ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുന്ന കേൾക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളെക്കുറിച്ചല്ല, ഈ എതിരായിട്ടുള്ള കാര്യങ്ങളല്ല. എന്താണ് കഴിഞ്ഞ 9 വർഷം ചെയ്തത്, എന്താണ് ആളുകൾക്കുണ്ടായ നേട്ടം, ഇതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സ്വരാജിനെ ജയിപ്പിക്കൂ എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഇതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമെങ്കിൽ ഉത്തരം മുഖ്യമന്ത്രി പറയുന്നുണ്ട് ജനങ്ങളോട്. അല്ല, അതാ ജനങ്ങളവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ ആനുകൂല്യങ്ങൾ തരുമോ എന്ന് പറയുന്നത് കേൾക്കാനാണ്. ആരോഗ്യ പ്രശ്നം, അതുപോലെ വിദ്യാഭ്യാസ പ്രശ്നം, തൊഴിലില്ലായ്മ പ്രശ്നം, ഒരുപാട് തൊഴിലില്ലാത്തവർ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്. 25 ലക്ഷം തൊഴിലിപ്പോൾ കൊടുക്കുന്നില്ല പറഞ്ഞ്, ഇനി 8 മാസമേ ഉള്ളൂ. മുഖ്യമന്ത്രി വല്ലതും പറയുന്നുണ്ടെന്നൊക്കെ കേൾക്കാനാണ് ആളുകൾ തടിച്ചു കൂടുന്നത്. അവരെ വഞ്ചിക്കുന്നതേ പറഞ്ഞുള്ളൂ. അൻവർ വഞ്ചിച്ച രാഷ്ട്രീയ വഞ്ചന അല്ല ഇവിടെ ചർച്ച. ഗവൺമെന്റ് ഇവരെ വഞ്ചിച്ചു, തൊഴിലാളികളെ വഞ്ചിച്ചു, യുവാക്കളെ വഞ്ചിച്ചു. അതാണ് ഇപ്പോഴാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ ഈ മണ്ഡലത്തിൽ വന്നിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ. ഇവിടെ നടക്കുന്ന കാര്യമേ അല്ല അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വഴിക്കടവിലെ പ്രസംഗം പൂർണ്ണമായി കേട്ടയാളാണ് ഞാൻ. അദ്ദേഹം 1 മണിക്കൂർ സംസാരിച്ചു. 40 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ ഒരു നേട്ടം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ നേട്ടം മാത്രം ഞാൻ പറയാം. വൈദ്യുതി പവർ കട്ട് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഇപ്പോൾ പവർ കട്ടില്ല. സ്കൂളിലെ കുട്ടികൾക്ക് പുസ്തകത്തിന് സമരം ചെയ്യേണ്ടി വന്നിരുന്ന UDF കാലത്ത് ഇപ്പോഴില്ല. പെൻഷൻ ആകെ 100 രൂപയാണ് 1600 ഈ പറയുന്ന ഇവർ കൊടുത്തത്. 28 മാസക്കാലം കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റും 18 മാസക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും കുടിശ്ശിക വരുത്തിയിരുന്നു. അത് പൂർണ്ണമായിട്ട് LDFൻ്റെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. NHൻ്റെ വികസനം ഈ കഴിഞ്ഞ 25 കൊല്ലത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ നടക്കുകയാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തെ വളർച്ച ഇന്ന് ഇന്ത്യയിൽ വലിയ നിരക്ക് മുന്നേറിയൊരു സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ, നാഷണൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം PSC നിയമനം ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലാണ്. അതുപോലെ സുസ്ഥിര വികസനത്തിൽ നിതി ആയോഗ് പറഞ്ഞത് 1ാമത്തെ സ്ഥാനം കേരളത്തിലാണ്. വ്യവസായ സൗഹൃദ സ്റ്റേറ്റായിട്ട് 1ാമത്തെ സ്ഥാനം കേരളത്തിലാണ് കേന്ദ്രം പറഞ്ഞതാണ്. ഇങ്ങനെ കേരളത്തിനകത്ത് നടന്നിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട ഗ്യാസ് പൈപ്പ് ലൈൻ നിർത്തിവെച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഇവിടെ ഞങ്ങൾ ആരംഭിച്ചു. NH വികസനം ഒന്നും നടത്തില്ല UDF കാലത്ത്, ഞങ്ങൾ നടത്തി. വിഴിഞ്ഞം തുറമുഖം അത് ഇപ്പോഴാണ് പൂർത്തീകരിക്കുക. ഇങ്ങനെ ഈ ഗവൺമെൻറ് ചെയ്ത 9 കൊല്ലക്കാലത്ത് നേട്ടങ്ങളെ സംബന്ധിച്ചാണ് ഈ പ്രസംഗത്തിൻ്റെ 40 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചത്. ഈ ശ്രീകുമാർ എവിടെയാണ് ജീവിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയേണ്ടത് ഈ പിണറായിസത്തെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ജനങ്ങൾ ഇതാണ് പിണറായിസമെങ്കിൽ ഇത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. പിണറായിസം എന്നുള്ളതിലൊക്കെ 9 കൊല്ലക്കാലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് തുടരാൻ വോട്ട് വേണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഇത് തുടരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടാക്കാൻ സ്വരാജിനെ ജയിപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിനെ കൈപിടിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. ഈ ശ്രീകുമാർ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്? പിന്നെ എതിരാളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഉന്നയിക്കപ്പെട്ട ന്യായം പരിശോധിക്കുക. നിങ്ങൾക്ക് മന്ത്രി അബ്ദുൾ റഹ്മാനെ പരിശോധിക്കാം, ഇലക്ഷൻ കമ്മീഷനും പോലീസും പരിശോധിച്ചാൽ തെറ്റില്ല. MP രാധാകൃഷ്ണനെ പരിശോധിക്കാം, തെറ്റില്ല. പക്ഷേ ഷാഫിയെ തൊട്ടാൽ ഭയങ്കര തെറ്റാണ്, രാഹുൽ മങ്കൂട്ടത്തിനെ തൊട്ടാൽ ഭയങ്കര തെറ്റാണ്. ഇത് ആരെ വിശ്വസിപ്പിക്കാനാണ്? നിങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോൾ ഇറങ്ങി സീനാക്കാൻ ആര് വിചാരിച്ചാലും കഴിയും. ഇപ്പോൾ ഞാനും MLA ആയിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. വേണമെങ്കിൽ സീൻ ഉണ്ടാക്കാം. UDFൻ്റെ കാലത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, സീൻ ഉണ്ടാക്കാം.
അവർക്ക് സീൻ ഉണ്ടാക്കലല്ലാതെ വേറെ മാർഗമില്ല. വിവാദമുണ്ടാക്കിയിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടി കഴിയുമോ എന്നല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. 5 കൊല്ലത്തെ UDFന്റെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. 9 കൊല്ലക്കാലമുള്ള ഈ ഗവൺമെൻറ് നേട്ടങ്ങളെ അതില്ലെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനാവില്ല. പിന്നെ എന്തേ മാർഗമുള്ളൂ? എന്തെങ്കിലും ഇതുപോലെ അതിനുവേണ്ടിയാണ് 2 ശ്രമം നടത്തിയത്. വടിക്കടവിൽ വിവാദമുണ്ടാക്കാൻ ശ്രമം പൊളിഞ്ഞുപോയി. ഇന്നിപ്പോൾ വിവാദമുണ്ടാക്കാൻ ശ്രമം പൊളിഞ്ഞുപോയി. ഇനി 4 ദിവസം എന്തെല്ലാം ഉണ്ടാക്കുമെന്നുള്ളത് കാണാതിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നിലമ്പൂർ മണ്ഡലം ജാഗരൂകമാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവർ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് നല്ല അനുഭവ സമ്പത്തുള്ളതാണ് ഈ മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ജാഗരൂകമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ഏതെങ്കിലും ഗിമ്മിക്കുകളെ കൊണ്ട് രക്ഷപ്പെടാനാവില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ശ്രീകുമാർ പറയുന്ന കേട്ട് തോന്നുക കേരളത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെയെല്ലാം LDF തോറ്റു. അങ്ങനെയാണോ? 4 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ്, അതിൽ 3 UDFൻ്റെ മണ്ഡലമാണ്, 1 മണ്ഡലം LDFൻ്റെതാണ്. ആ മണ്ഡലത്തിൽ LDF ജയിച്ചു, 3 മണ്ഡലത്തിൽ UDF ജയിച്ചു. 1 മണ്ഡലത്തിലും LDFൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല, എല്ലായിടത്തും കൂടി. പിന്നെ എന്തെന്നാണ് നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ വോട്ട്, അതേ വോട്ടർമാരല്ലോ അത്രയല്ലോ വോട്ട് ചെയ്യുക, വോട്ട് കൂടുമല്ലോ. LDFൻ്റെ വോട്ട് 4ലും കൂടി. ഞങ്ങളുണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് ഞങ്ങൾ വീണ്ടും ജയിച്ചു. UDFനുണ്ടായ 3 സീറ്റ് അവർ കിട്ടി. അതിനെന്താ ഇത്ര വലിയ അത്ഭുതപ്പെടാൻ? എന്തോ ഒരു വലിയ നേട്ടമുണ്ടാക്കിയെന്ന് പറയാൻ ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല. 4 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റും വർദ്ധിപ്പിക്കാനായിട്ടില്ല. പ്രതിപക്ഷത്തെ അതിനുള്ള സാധ്യതയുള്ളത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ, വർദ്ധിപ്പിക്കാനായിട്ടില്ലല്ലോ. എന്നിട്ട് പറയാണ് ഞങ്ങളെന്തോ വലിയ നേട്ടമുണ്ടാക്കി. എന്ത് നേട്ടം? LDFൻ്റെ വോട്ട് എവിടെയും കുറഞ്ഞിട്ടില്ല, UDFന് ഉള്ള സീറ്റേ കിട്ടിയുള്ളൂ, സീറ്റ് കൂടിയിട്ടില്ല. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീകുമാർ പറയുന്ന കാര്യത്തിനകത്ത് പ്രകാശൻ മാസ്റ്റർ കൃത്യമായി ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ പ്രകാശൻ മാസ്റ്ററോട് ചോദിച്ചത് പ്രധാനമായും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം പറയുന്നുണ്ടോ എന്നാണ്. എല്ലാ പ്രസംഗത്തിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കൈരളി പോലും കാണിക്കുന്നുണ്ട്, താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് പോലും പറയുന്നതിലെല്ലാം ഈ പറഞ്ഞ 40 മിനിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ് അദ്ദേഹം എണ്ണിപ്പറയുന്നത്. അതിനോട് കൈയടിക്കുന്ന ജനതയുണ്ട്. അവരോട് ഇത് ഒരു തരത്തിലും ഞങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്ത കാര്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് എന്നൊരു ഒരു ബോഡി ലാംഗ്വേജ് അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ല. അതാണ്. ഇപ്പുറത്ത് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ അതുപോലെ പറയാനും കേൾക്കാനും ആളുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ലാലെ, ഏത് തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിന് പറയാനുണ്ടാവുക, പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയാനുണ്ടാവുക ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട്. അത് ആളിക്കത്തിക്കുക, അതിനനുകൂലമായിട്ട് പ്രചാരണം നടത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശ്രീകുമാർ ഇന്ന് പറഞ്ഞത് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിണറായി ഗവൺമെൻറ് എന്താണ് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളത്. ശരിയാണ്, ഉമ്മൻചാണ്ടിയെ പോലെ കെ കരുണാകരനെ പോലെ വൻ പദ്ധതികൾ എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ആ ലെവലിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ വിഴിഞ്ഞം പദ്ധതി അത് പിണറായിയുടെ നേട്ടമായിട്ട് കാരണം അതിനൊരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചത് പിണറായി വിജയനാണ്. അതേപോലെ ഗ്യാസ് പൈപ്പ് ലൈൻ, നാഷണൽ ഹൈവേ, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ അതിസൂക്ഷ്മമായ അതിശക്തമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ആത്യന്തികമായിട്ട് 2021 ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച ഭരണ തുടർച്ച നേടിയ, കേരളത്തിൽ ഭരണ തുടർച്ച ഒരു പ്രധാനപ്പെട്ട പ്രയോഗമായിട്ട് രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട്, നേടിയ ഒരു ഗവൺമെൻറ്റാണ് ഇത്. ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നൊരു പ്രത്യേകതയുണ്ട്. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു, നമുക്കൊക്കെ അറിയാം, രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല വളരെ ശക്തനായ അഗ്രസീവായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കൊണ്ടുവരാത്ത ആരോപണങ്ങൾ, മുന്നോട്ട് വെക്കാത്ത ശക്തമായ നിലപാടുകൾ ആ ഗവൺമെൻറ്റിനെ, പിണറായി ഗവൺമെൻറ്റിനെ കുരിശിൽ കയറ്റാൻ വേണ്ടിയുള്ള എല്ലാ ആയുധങ്ങളും ഒന്നൊന്നായിട്ട് അദ്ദേഹം പുറത്തെടുത്തു. പക്ഷേ എങ്കിലും പിണറായി വിജയൻ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അത് ശ്രീകുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ഞാനെന്തെങ്കിലും പഠിച്ച വിഷയം തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം കൂടിയാണ്. അപ്പം പിണറായി വിജയൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര കണ്ട് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത്
ഈ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട ഘടകമാകും, പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച മണ്ഡലമാണ്, 2 തവണ വിജയിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ട് വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് അതിന് വഴിയൊരുക്കിയിരിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പ്രസംഗങ്ങൾ, അൻവർ ശത്രുപക്ഷത്താണ്, അത് പ്രതിപക്ഷത്തുമില്ല, ശത്രുപക്ഷത്ത് അദ്ദേഹം വേറെ വഴിക്ക് പോയി. അവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നടത്തുന്ന പ്രസംഗങ്ങൾ, തൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും. അതിൽ എന്ത് നേട്ടമുണ്ടാവും നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരെ നോക്കാം. ആത്യന്തികമായിട്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ആ ഒരു ജനങ്ങളോട് സംസാരിക്കാനുള്ള, സ്വന്തം നേട്ടങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു ശേഷി, മറുവശത്ത് പ്രതിപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു കൊണ്ടുവരാനുള്ള ശേഷി, അതിൽ ഇത് രണ്ടും കൂടെ മാറ്റുരച്ച് നോക്കുമ്പോൾ ഏത് ശക്തി വിജയിക്കും, പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കാണാൻ പോകുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ നേട്ടമായിരിക്കും. കോൺഗ്രസ് ഒരു ഇടതുപക്ഷത്ത് നിന്ന് CPMൻ്റെ പക്കൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കുകയാണ്. അത് VD സതീശന് വലിയ നേട്ടമുണ്ടാക്കും. കോൺഗ്രസ് ഏറെക്കുറെ ഐക്യത്തോടു കൂടി ഒരു നിരയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് പരീക്ഷണം അവിടെയാണ്. അത് കോൺഗ്രസും UDF നേരിടുന്നൊരു പരീക്ഷണം കൂടിയാണ്. ഇടതുപക്ഷം ഈ സീറ്റ് തിരിച്ചു പിടിച്ചാൽ അത് കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടിയാവുകയും ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട ഘടകം. ആ ഘടകം തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നും കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ജേക്കബ് ജോർജ്, എനിക്ക് 1 മിനിറ്റ് കൂടി ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് തരാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഗൗരവത്തോടു കൂടി എണ്ണി ഈ സർക്കാരിനോട് ചോദിക്കാൻ ആ ഗൗരവം കാണിക്കുന്നുണ്ടോ അവിടെ നേതാക്കൾ? ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അവർ എത്ര യങ് ജനറേഷൻ നേതാക്കളായിക്കോട്ടെ, പക്ഷെ അവർ ഇന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വച്ച കാര്യങ്ങൾ എങ്ങനെയും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനാണ് ഇപ്പോൾ അവരുടെയൊക്കെ ശ്രമം. VD സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പതിവില്ലാതെ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അദ്ദേഹം മറുപടിയേ പറയാൻ നിന്നിട്ടില്ല ഈ കാഴ്ചയോട്. ഇത് എന്താണ് ഇന്ന് സംഭവിച്ചത്? അവിടെ ഒരു തങ്ങൾ പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകളാണ്, MP ആണ്, MLA ആണ്, അതുകൊണ്ട് ഞങ്ങളെ പരിശോധിക്കാൻ പാടില്ല എന്ന് ഈ ജനങ്ങളോട് നിലമ്പൂരുകാരായ കൈക്കൂലി വാങ്ങിക്കുകയാണ്, പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഈ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പ്രിവിലേജഡ് ആളുകളാണ്, ഞങ്ങളെ പരിശോധിക്കരുത്, ഉദ്യോഗസ്ഥരെ അനാവശ്യം പറയുന്ന ഒരു കാഴ്ച, പാരിതോഷികം ഞങ്ങൾ തരാം എന്ന് പറയുന്ന അഹങ്കാരം എന്ത് സന്ദേശമാണ് നൽകുന്നത്? മുമ്പ് ഒരിക്കലേ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർ. അതുപോലെ MLA-മാരുടെ വാഹനം പരിശോധിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? നടത്തേണ്ടതാണ്. അത് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരല്ലേ. അതിനെതിരെ ഒരു ഷോ ഉണ്ടാക്കുന്നത് ആർക്കും ഷോ ഉണ്ടാക്കാം. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റണ്ടായിട്ട് മാത്രമേ സാധാരണ ജനങ്ങൾ കണക്കാക്കൂ എന്ന് തന്നെയാണ് ലാലെ എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായും അത് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ പോലും സപ്പോർട്ടില്ല. ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഈ കാര്യത്തിൽ പേര് പറഞ്ഞ് പിന്തുണച്ചിട്ടില്ല എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഇതും കൂടി ഭാരമാകുന്നു. ഒരുപക്ഷെ രാത്രിയിൽ അൻവറിനെ തള്ളിയ VD സതീശൻ പുറമേക്ക് പറഞ്ഞതിൽ നിന്ന് എതിരായി രാത്രിയിൽ പോയി അൻവറിൻ്റെ വീട്ടിൽ പോയി സന്ധി സംഭാഷണത്തിന് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണോ അന്ന് UDF-ന് ഏൽപ്പിച്ച ആഘാതം, അതിന് ഇരട്ടിയായൊരു പ്രഹരമാണ് ഇന്ന് അനാവശ്യമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ MLA ആണ്, MP ആണ്, അതുകൊണ്ട് ഞങ്ങളെ ഒന്നും പരിശോധിക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ പാടില്ല, ടോർച്ച് ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വില കുറഞ്ഞ ചില വാദങ്ങൾ. ശ്രീ N. ശ്രീകുമാർ, ഇതാ നോക്കൂ, മുസ്ലിം ലീഗ് മുമ്പിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ എന്ന കോൺഗ്രസ്സുകാരനെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ്സിനുള്ളതിനേക്കാൾ വലിയ ബലമാണ് അവിടെ ആവശ്യമാണ് മുസ്ലിം ലീഗിൻ്റെതെന്നൊക്കെ കോൺഗ്രസ്സുകാർ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗുകാരായ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിലെ പല ആളുകളും ഇപ്പോൾ
കുടുംബപരമായിട്ട് തന്നെ അവർ സ്വരാജിന് ഇത്തവണ വോട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ച കാഴ്ചകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് അവിടെ പോകുന്നവർക്കറിയാം, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ. അത്തരം ചില കാര്യങ്ങൾക്കപ്പുറം ഇത്തരം ചില ഗിമ്മിക്കുകൾ കൊണ്ട് നിലമ്പൂരിനെ നേടാം എന്നാണോ കോൺഗ്രസ് ഇപ്പോഴും കാണുന്നത്? രാഹുൽ ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റുണ്ടെന്ന് തുറന്നു പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണ്ടേ? അല്ല, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മുമ്പ് സ്വരാജിന് ഇന്ന ആളുകൾ വോട്ട് ചെയ്യുന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. അതോടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ പ്രകാശൻ മാഷ് പറഞ്ഞത് LDFൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേലക്കരയിൽ 39,000 വോട്ട് 12,000 ആയിട്ട് കുറഞ്ഞതെങ്ങനെ? 27,000 വോട്ട് എവിടെ പോയി CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ? പിന്നെ വയനാട് ലോക്സഭ ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം, വോട്ടിന്റെ എണ്ണമാണ്. എത്ര വോട്ട് ഇടതുപക്ഷം നേടി എന്ന വോട്ടിന്റെ കണക്കാണ് പ്രകാശ് മാഷ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അല്ല, നമ്മൾ ഭൂരിപക്ഷമാണല്ലോ കണക്കാക്കുക, പിന്നെ ശതമാനമൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ മന്ത്രി കേളുവിൻ്റെ മണ്ഡലത്തിൽ ഇത്തവണ ആർക്കാ? ലോക്സഭാ മണ്ഡലത്തിൽ 7 UDFൻ്റെ ഒപ്പമാണ്. അതിന് നിലമ്പൂർ 65,000. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റു കാര്യം, ശ്രീ ജേക്കബ് ജോർജ് പിണറായി വിജയൻ്റെ തുടർഭരണത്തെക്കുറിച്ചാണ്. ജേക്കബേ, നമ്മളെ CH മേനോൻ്റെ ഗവൺമെൻറ്റുണ്ട്. CPI നേതാവ് CH മേനോനും കോൺഗ്രസും കൂടി ഭരിച്ച് 7 വർഷം ഭരിച്ച് വീണ്ടും അധികാരത്തിൽ വന്നു 111 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ. അന്ന് CPIയുടെ നേതാവ് PK വാസുദേവൻ നായരെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. CPIയുടെ നല്ല കാലം. CPI ഇപ്പോഴും പറയുന്നത് അച്യുതമേനോനാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി. അതോടെ നിൽക്കട്ടെ. പിന്നെ ലാൽ ചോദിച്ച ചോദ്യം, അവിടെ ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ LDFൻ്റെ ഭരണകാര്യങ്ങൾ തന്നെയാണ്. അതാണ് ചോദിച്ചത്. കറണ്ട് കട്ടിനെ കുറിച്ചല്ലല്ലോ ജനങ്ങൾ ചോദിച്ചത്. തൊഴിലെവിടെ? 25,000 തൊഴിലെവിടെ? അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലത്തെ പ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യം, ഇതൊക്കെ പറയുന്നുണ്ട്. ആശുപത്രിയുടെ നേട്ടങ്ങൾ പറയുന്നുണ്ട്, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അതോടൊപ്പം റോഡിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തൊഴിൽ, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഈ രംഗത്ത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പണം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ച ഈ ഗവൺമെന്റിനെ സഹായിക്കാതെ നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു പ്രതിപക്ഷമേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പ്രകാശൻ മാസ്റ്റർ, ഇതിന് മറുപടി ഉണ്ടോ? PSC നിയമനത്തിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് കേരളമാണ് എന്ന് പറഞ്ഞത് UPSC ആണ്. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2011 മുതൽ 16 വരെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 617ആണ്. എന്നാൽ 5 കൊല്ലക്കാലമുള്ള ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് 524ആണ്. കുറയാണ് ചെയ്തിരിക്കുന്നത്. ഈ പീരീഡിലും അത് കുറവാണ്. വന്യമൃഗങ്ങളെ യഥാർത്ഥത്തിൽ കൊല്ലാൻ വേണ്ടി കഴിയാത്ത നിയമം കേന്ദ്രത്തിൻ്റെതാണ്. അത് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ട ഏക ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇതെല്ലാം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത്തരം വിഷയങ്ങളിലൊന്നും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. അപ്പം മാധ്യമങ്ങൾ അതിനുവേണ്ടി വലിയ പാടുപെടുന്നുണ്ട്. കാരണം കുറേയേറെ മാധ്യമങ്ങൾ UDFൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ ആ മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരവിലയെ ചെറുക്കാൻ വസ്തുതകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് LDF മുന്നോട്ടേക്ക് പോകുന്നത്. അത് നല്ലതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും LDF ഗവൺമെൻറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അവസാനമായി മാധ്യമങ്ങൾ പോലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എടുത്ത നിലപാട് നിലമ്പൂരിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, ഈ പറയുന്ന സർക്കാർ എന്ത് ചെയ്തു, നേട്ടം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പിണറായിയുടെ നേട്ടം എന്താണ് എന്ന് N. ശ്രീകുമാറിന് മനസ്സിലാകാതെ പോകുന്നതാണോ? താങ്കൾ അത് വിശദീകരിച്ചില്ല, പിഴവാണോ? അതല്ല, അത് അദ്ദേഹം തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് 45-46 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളാണ് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ജോലി ചെയ്യുന്നത്. സാധാരണ ഒരു കൂലിത്തൊഴിലിന് ഒരു ദിവസം 1000 മുതൽ 1200 രൂപ വരെ കേരളത്തിൽ കിട്ടും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗാൾ മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ മുതൽ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കിയാലും ഇതേപോലെ അതിഥി തൊഴിലാളികൾ, മറ്റ് സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട് വർക്ക് ചെയ്യുന്ന സംസ്ഥാനങ്ങളില്ല. അവിടെയൊക്കെ കൂലി എന്ന് പറഞ്ഞാൽ 340-350 രൂപയാണ് പരമാവധി കിട്ടുക. അപ്പോൾ ഓർക്കാമല്ലോ കേരളം എവിടെയാണെന്ന്, കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന്. പിന്നത്തെ കാര്യം, ഈ തൊഴിലൊന്നും നമ്മുടെ മലയാളി പിള്ളേർക്ക് ആവശ്യമില്ല. ഈ തൊഴിലൊന്നും കൈത്തൊഴിൽ, തൂമ്പാപ്പണി എടുക്കാൻ, കിളയ്ക്കാനും കപ്പ നടാനും വാഴ നടാനൊന്നും നമ്മുടെ ജോലിക്കാരെ ഇപ്പം കിട്ടുകയില്ല. അവർക്കൊക്കെ വലിയ വലിയ ജോലിയാണ് വേണ്ടത്. കാരണം വിദ്യാഭ്യാസ രംഗം അത്ര കണ്ട് വളർന്നിരിക്കുന്നു.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ തൊഴിൽ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നതാണ്. അതിന് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ വിജ്ഞാന കേരളം എന്നോ മറ്റോ ആണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു. അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും കേരളത്തിലെ തൊഴിൽ സാഹചര്യം പുതിയ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് അതിലേക്കുള്ള വഴി തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ കൊടുക്കുന്നതിന് പകരം പിന്നോട്ട് വലിക്കുന്ന നടപടികൾ ആരാണ് എടുക്കുന്നത് എന്നാണ്. നിലമ്പൂരിൽ ഇത്തവണ അതുകൊണ്ടാണ് സ്വരാജിനെ തരണം ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തൊരു MLA അല്ല വേണ്ടത്, ഭരണപക്ഷത്തെ MLA ആണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിലമ്പൂരുകാർക്ക് ആ നേട്ടമുണ്ടാക്കാൻ എന്താണപ്പോൾ ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്ന പരമ്പരാഗതമായ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് പോലും വോട്ട് ചെയ്യാത്ത ആളുകൾ അത്തരം ചോദ്യങ്ങൾ സ്വരാജിനോട് ചോദിക്കുന്നു. ചില ഉറപ്പുകൾ അവർ നൽകുന്നു എന്നുള്ളത് ഇടതുപക്ഷം പറയുകയും ചെയ്യുന്നു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് കൂടുതൽ ഉറപ്പിക്കാനാകുന്നത് എന്നാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഞങ്ങളോട് പെരുമാറിയത് ശരിയായില്ല, അതിന് ഉത്തരവാദിയും പിണറായിയാണ് എന്നുള്ള ചില പുതിയ വാദങ്ങളും കേൾക്കുന്നത്. കാത്തിരുന്ന് കാണാം നിലമ്പൂരുകാർ ഇതിന് എങ്ങനെയാണ് പാരിതോഷികം നൽകാൻ പോകുന്നതെന്ന്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് പ്രകാശൻ മാസ്റ്റർ, N. ശ്രീകുമാർ, ഒപ്പം ശ്രീ ജേക്കബ് ജോൺ.